ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ തൊടുകറി എന്ന് പറഞ്ഞാൽ തക്കാളി കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പം ഇന്ന് നമ്മൾ വലിപ്പമുള്ള വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും കുരുമുളക് പൊടിയുമാണ്. അപ്പം ഇത് നമ്മൾ കടുക് അപ്പം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വെള്ളമുണ്ടല്ലോ, അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് ചേരാൻ ആവശ്യത്തിന് ഉപ്പും നേരം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പും നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നീരും കൂടെ ഒഴിച്ച് കൊടുക്കും. നമുക്ക് എല്ലാം ഇളക്കി വെക്കാം. വാങ്ങുന്ന മുളക് പൊടി ഒന്നും അത്ര തരില്ലോ. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്. അപ്പം നല്ലൊരു സൂപ്പർ ടേസ്റ്റി കറിയാണ്. അപ്പം ഈ എണ്ണയിൽ സവോള വാടി അതിൻ്റെ പച്ചപ്പൊക്കെ മാറി, പിന്നെ നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും എരിവാണ് നമുക്ക് എരിവിൻ്റെ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ? ചോറിനൊക്കെ ആണെങ്കിലും ഒരു തൊടുകറി അച്ചാറൊക്കെ ഇപ്പോൾ നമുക്കിത് വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. സവോള നന്നായിട്ട് ആദ്യം ഒന്ന് വാട്ടണം. സവോള വാടിയതിന് ശേഷം വേണം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ. താങ്ക് യു.